അങ്ങനെ ഞാനും ഉണ്ടാക്കി പാൽക്കപ്പ. തേങ്ങ ചിരണ്ടിയും തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഇനി സമയം കളയണ്ട. തേങ്ങയില്ലാണ്ട് ഇങ്ങനെ പാൽക്കപ്പ ഉണ്ടാക്കുന്നല്ലേ, കാണിച്ചരാ ബാ. ചെറുതായിട്ട് തന്നെ കപ്പ ഒന്ന് ഉപ്പിട്ട് വേവിച്ച് വെക്കാം. അതിലേക്ക് ഒരു 5 ചെറിയുള്ളിയും 2 പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച കപ്പയിലോട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എത്ര എളുപ്പത്തിൽ നമുക്കൊരു പാൽക്കപ്പ റെഡിയാക്കാം എന്നാണ്. ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ. നമ്മൾ മാഷ് ചെയ്ത കപ്പയിലോട്ട് നമ്മൾ 2ാം പാലാണ് ഒഴിക്കാറ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും 2ാം പാല് നമ്മുടെ മാഗി പൗഡർ വെച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നേരെ ഇളം ചൂടുവെള്ളത്തിലാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി. കണ്ടാൽ കറക്റ്റ് തേങ്ങാപ്പാൽ പോലെ ഇരിക്കും. പൗഡർ മിൽക്കാന്ന് പറയില്ല. നമുക്ക് നല്ല രീതിയിൽ ടൈം സേവ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് 1ാം പാലും കൂടി ചേർക്കാം. നേരിയ ചൂടുവെള്ളത്തിൽ തന്നെ കുറച്ചധികം പൊടി ചേർത്താൽ മതി. കുറച്ച് കട്ടിക്കിരിക്കണം പാല്. നോർമലി നമ്മുടെ 1ാം പാലൊക്കെ കുറച്ച് കട്ടി ഉണ്ടാവില്ല, അതേപോലെ ഇതൊരു കട്ടിക്ക് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇത് വെള്ളം കൂടി ഒന്നും ഇതാവേണ്ട. കപ്പയാണ് എന്തായാലും കുറുകി കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കടുകും പച്ചമുളകും വേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു പിടി ചെറിയുള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ കപ്പയിലോട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പറയണ്ടല്ലോ, നല്ല അസൽ ഇൻസ്റ്റന്റ് പാൽക്കപ്പ് ഇവിടെ റെഡി ആയിരിക്കണേണ്. ഗായ്സ് ട്രസ്റ്റ് മീ, ഇത് അത്രയും അടിപൊളിയാണ്. പാൽക്കപ്പയുടെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഗൈസ് ഇവിടെ നല്ല മഞ്ഞാണ്. അപ്പോൾ ഒരു പൂതി മഞ്ഞത്ത് നല്ല പാൽക്കപ്പയും ചെമ്മീൻ റോസ്റ്റൊക്കെ കഴിച്ചാലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പാൽക്കപ്പയുടെ. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.